ഇനി റോഡില്ല, നടന്നാ പോകണ്ട്. അതാ സ്കൂള്. അർച്ചനാദേവിയാണോ? പെട്ടെന്ന് വരൂ, ബോർഡ് കാത്തിരിക്കുന്നു. നമസ്കാരം. മിസ് അർച്ചനാദേവി അല്ലേ? അതെ. ക്ഷമിക്കണം, സ്കൂൾ വരെ കാർ വരില്ലെന്നറിയില്ലായിരുന്നു. കുറെ നടന്നു, അതാ വൈകിയത്. ഓ, ആ വഴിക്കാണ് വന്നതല്ലേ? അരുവിക്കര വഴി വന്നിരുന്നെങ്കിൽ സ്കൂൾ ഗേറ്റ് വരെ കാറ് വരുമായിരുന്നു. ഇരിക്കൂ. അല്പം നടക്കേണ്ടി വന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ടാക്സിക്ക് 15 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നേ. ഇവരാണ് ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്. നമസ്കാരം. MA പാസ്സായിട്ട് ഇവിടെ ഈ LP സ്കൂളിൽ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം? വല്ല കോളേജിൽ ശ്രമിക്കാമായിരുന്നില്ലേ? കോളേജിൽ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയില്ല. മാത്രമല്ല, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതിലുള്ള ആനന്ദം കോളേജിൽ കിട്ടില്ലല്ലോ. അതൊരു ശരിയാണ്. സിറ്റിയിലാണ് ജനിച്ചതും വളർന്നതും. ഗ്രാമാന്തരീക്ഷം എന്നും എന്റെ സ്വപ്നമായിരുന്നു. ഇതിനു മുൻപ് ഏതെങ്കിലും സ്കൂളിൽ ജോലി നോക്കിയിട്ടുണ്ടോ? മറ്റെങ്ങും ജോലി ചെയ്തിട്ടില്ലെന്ന് ഞാൻ എന്റെ ആപ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് യാതൊരു മുൻപരിചയവുമില്ല. ആഗ്രഹവും ആത്മാർത്ഥതയുമാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. പഠിപ്പിച്ചു തുടങ്ങുമ്പോ പരിചയം താനേ വന്നോളൂ. എന്നാൽ എനിക്ക് കൂടുതലായി ഒന്നും ചോദിക്കാനില്ല. സാർ എന്താ ഒന്നും ചോദിക്കാത്തത്? ക്വാളിഫിക്കേഷൻ കൂടിയവരെ അപ്പോയിന്റ് ചെയ്താൽ കുറെ കൂടി നല്ല പോസ്റ്റ് കിട്ടുമ്പോ അവരങ്ങ് പോകും. ഞാൻ അങ്ങനെ പോവില്ല. ഉറപ്പാണോ? ആ, അതെ. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് എന്റെ സ്കൂളാണ്. മനസ്സിലായി. ഇവിടെ അപ്പോയിന്റ് ചെയ്താൽ ദിവസവും വീട്ടിൽ പോയിട്ട് വരുമോ അതോ ഇവിടെ തന്നെ താമസിക്കുമോ? താമസിക്കാൻ സൗകര്യം കിട്ടിയാൽ ഇവിടെ തന്നെ താമസിക്കാം. അതാ നല്ലത്. പക്ഷേ കൂട്ടിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുത്താം. എന്നാൽ പ്രശ്നം തീർന്നല്ലോ. എന്താ ദേവിയമ്മ? കഴിഞ്ഞ ടേമിൽ പഠിപ്പിക്കാൻ ആളില്ലായിരുന്നത് കൊണ്ട് അടുത്ത 2 ടേം കൊണ്ട് 3 ടേമിന്റെ പഠിത്തം പൂർത്തിയാക്കണം. എന്നാലാവുന്ന ശ്രമിക്കാം, ആത്മാർത്ഥതയോടെ. യു ആർ അപ്പോയിന്റഡ്. നിങ്ങളെപ്പോലെ സേവന ബുദ്ധിയുള്ളവരെയാണ് ഈ സ്കൂളിന് ആവശ്യം. എന്റെ ഒരു ഒഴിഞ്ഞ വീടുണ്ട്, അവിടെ താമസിക്കും. ഗംഗാധരൻ പിള്ളേ സാർ, വായനശാലയ്ക്ക് പുറകിലുള്ള വീട് സൗകര്യപ്പെടുത്തി കൊടുക്കും. അർച്ചന ടീച്ചർ അവിടെ ആയിരിക്കും താമസം. വരൂ. എല്ലാം റെഡി ആയോ ഗംഗാധരൻ പിള്ളേ? റെഡിയായി സാർ. വരൂ. സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇത് തളം, അത് അടുക്കള, അതിനപ്പുറത്ത് കുളിമുറി. ഇതാണ് ബെഡ്റൂം, അത് പൂജാമുറി. മറ്റെന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം. വീട്ടിൽ നിന്ന് ആള് വരുന്നത് വരെ സഹായത്തിന് വിലക്കുണ്ടാകും. ശരി, ഞാൻ വരട്ടെ. പുലരികൾക്കെന്തു ഭംഗി, ആകാശ മലരികൾക്കെന്തു ഭംഗി, പൂവുകൾക്കെന്തു ഭംഗി, ഭൂമി തൻ പുളകങ്ങൾക്കെന്തു ഭംഗി, പുലരികൾക്കെന്തു
കൈവല്യരൂപനാം ദൈവം കൈവല്യരൂപനാം ദൈവം പുലരികൾക്കെന്തു ഭംഗി ആകാശ മലരികൾക്കെന്തു ഭംഗി എന്നാലും എന്റെ കുഞ്ഞ് ഞങ്ങളോടൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോരാൻ പാടില്ലായിരുന്നില്ലേ? കമ്പി കിട്ടുന്നവരെന്ത് തീരുന്നു എന്നറിയൂ. പ്രൊഫസർ ദേവാണെങ്കിൽ ഒച്ചയുമില്ല അനക്കവുമില്ല. ആ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടത് കമ്പി കിട്ടിയതിന് ശേഷം. നാണുമാൻ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ പറഞ്ഞിട്ട് വരാമെന്ന് കരുതിയിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ കഴിയില്ലായിരുന്നു. നിങ്ങളൊക്കെ എന്റെ കൂടെ വരുമായിരുന്നു. എന്നാലും കുഞ്ഞെ, കുഞ്ഞിന്റെ മനക്കെട്ടി. എന്റെ മനക്കെട്ടി അല്ലേ? ഇനി ഈ നാണു ഇവിടുന്ന് പോവില്ല. സൂര്യനെ ചുറ്റുന്നു ഭൂമി, ഭൂമിയെ ചുറ്റുന്നു ചന്ദ്രൻ. ആകർഷണത്തിൻ കരുത്താ ആ യാത്ര എന്നും തുടരും. കടലിലെ നീരാവിയല്ലോ പടർന്നു കാർമേഘമായി. അത് വർഷമായി പിന്നെ പെയ്യും, കരയുടെ ദാഹം ശമിക്കും. ഒന്നിനെ മറ്റൊന്നു തഴുകും നന്മതൻ വേദി ഈ വിശ്വം. വർണ്ണങ്ങൾ എങ്ങും വിടർത്തും വാസന്ത വൈഭവം സ്നേഹം. ഇനി നാളെ. എന്താ ആരും പോവാത്തത്? ടീച്ചർ, ദീപാരാധനയ്ക്ക് സമയമായി, വരൂ പോകാം. നല്ല കാര്യം. എത്ര നേരമേ ഞാൻ കാത്തിരിക്കുന്നു. അമ്മവാ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം, താമസിക്കില്ല. ഇന്ന് നല്ല ദിവസമാ, തിങ്കളാഴ്ച. ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞ്? എന്താ അമ്മവാ? വെറുതെ അമ്പലത്തിൽ പോയതേ ഉള്ളോ അതോ വ്രതം വല്ലതുണ്ടോ? എനിക്കെന്ത് വ്രതം? തിങ്കളാഴ്ച വ്രതം. കുഞ്ഞിന്നൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോഴേ എനിക്ക് തോന്നി. അത് വിശപ്പ് തോന്നാഞ്ഞിട്ടാ. കുഞ്ഞ് അമ്പലത്തിൽ പോണ കണ്ടപ്പോ ഞാൻ കരുതി തിങ്കളാഴ്ച വ്രതമായിരിക്കുമെന്ന്. മനസ്സ് നിറയെ സന്തോഷിച്ചു. എന്തിന്? അത് നാണു പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ കുഞ്ഞെ. എന്താ ടീച്ചർ, സുഖമില്ലേ? കുട്ടി എന്താ താമസിച്ചത്? ബസ് കിട്ടാൻ വൈകി. മാനേജർ വരുന്നു, ഞാൻ പോട്ടെ. നമസ്തേ. നമസ്തേ. എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്?
സന്യാസവും ഗാന്ധിസും ഒക്കെ തെറ്റുന്ന മട്ടാണല്ലോ. മറ്റല്ല, തെറ്റും. ഒടുവിൽ നമ്മളെ ഭരിക്കുന്നത് ഇവളായിരിക്കോ? അയാൾ എന്താ ചെയ്യുക? സഹിക്കുക തന്നെ. സംഭവാമി യുഗേ യുഗേ. അല്ലെങ്കിൽ പിന്നെ എമ്മറ്റും പാസ്സായിട്ട് ഈ കുഗ്രാമത്തിൽ വരണോ? അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ സംഗതി പെശ കാണും. അവിടെ തലപ്പൊക്കി നടക്കാൻ വയ്യാത്ത പല പരിപാടി ഒപ്പിച്ചിരിക്കും. മാനേജർ സാറ് വീണ് കിടക്കുകയാണ്, മൂക്കും കുത്തി വാരിക്കുഴിയില്. ഏത് താപ്പാന വന്നാലും ശരി കരകയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ, ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ, ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ. ജീവദാഹം തന്ത്രി തോറും തുളുമ്പി നിന്നിട്ടും, ജീവദാഹം തന്ത്രി തോറും തുളുമ്പി നിന്നിട്ടും, രാഗധാരകളൊഴുകിടാതെ മയങ്ങും മണിവീണ, ചുംബന ശ്രുതി വിടർത്തി നിന്ന വിരലുകൾ മറഞ്ഞു, നൊമ്പരങ്ങളിൽ ചിറകൊതുക്കി കാലവും കടന്നു, കാലവും കടന്നു. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ, ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ. എന്റെ ജീവിതം പൂക്കൾ വാടി തളർന്ന പൂവാടി, ഏതോ സൂര്യൻ വിതച്ച വെയിലിൽ ഒഴിഞ്ഞ പൂവാടി. മധുര സൗരഭം സിരകൾ തോറും തുടിച്ചു നിന്നിട്ടും, മധുര സൗരഭം സിരകൾ തോറും തുടിച്ചു നിന്നിട്ടും, മലർ വിടർത്താൻ കഴിഞ്ഞിടാതെ മാഴും പൂവാടി, സ്വന്തധനമെന്നോർത്തിരുന്ന വസന്തവും പിരിഞ്ഞു. എന്തിനായി ഞാൻ എന്നിലൊതുങ്ങി എന്നതും മറന്നു, എന്നതും മറന്നു. എന്റെ ജീവിതം നാദമടങ്ങി ഉറങ്ങും മണിവീണ, ഏതോ ശാപം വളർത്തുമിരുളിൽ ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ, ഉറങ്ങും മണിവീണ. ടീച്ചർ, ടീച്ചർ, ക്ലാസ്സിൽ പാട്ടുപാടി പഠിപ്പിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പ്രത്യേകിച്ച് ഇന്നും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ടീച്ചറിന്റെ ഉള്ളിൽ
ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ദുഃഖമുള്ളതുപോലെ. എന്താ ടീച്ചർ പറയൂ. എന്റെ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ എന്നെ പോലെയാണ് കരുതുന്നത്. എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത്. ഇല്ല സർ, ഹൃദയത്തിൽ തട്ടുന്ന കവിതകൾ വായിക്കുമ്പോൾ ഞാൻ അറിയാതെ ഫീൽ ചെയ്ത് പോകാറുണ്ട്. എനിക്കിത് വിശ്വസിക്കാമല്ലോ. എന്താ എന്താ പാടില്ലാത്തത്? ഞാൻ ഈ ഗ്രാമത്തിൽ വന്ന ദിവസം മുതൽ ഏറ്റവും വലിയ സന്തോഷവതിയാണ്. ഇഫ് സോ ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. സന്ധ്യയായി, ഞാൻ പോട്ടെ. ഞാനും കൂടി വരാം. താങ്ക് യു സർ, ഞാൻ പോയിക്കൊള്ളാം. സാർ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഉറങ്ങാനുള്ള ഗുളിക, ഇത് ഉറങ്ങാതിരിക്കാനുള്ള ഗുളിക. ഇത് ഇപ്പോ ഉറക്കഗുളിക കഴിച്ചാൽ ഉറക്കം വരാറില്ല. പിന്നെ എന്തിനാ കുഞ്ഞിതിങ്ങനെ കഴിക്കുന്നത്? ഒരല്പ ആശ്വാസത്തിന്. ആര് പറഞ്ഞാലും അനുസരിക്കില്ലല്ലോ, നിർബന്ധ ബുദ്ധി. അമ്മാവാ, ഞാൻ പൊക്കോട്ടെ? കിടന്നോളൂ. അത് സ്ത്രീകൾക്കുള്ള സീറ്റാണ് മിസ്റ്റർ. സ്ത്രീ ആയിരിക്കും. മുടി വളർത്തിയിട്ടില്ല. ഇട്ടിരിക്കുന്നത് പാന്റ്. എടാ, ഇത് ഓൾഡ് മോഡലാണ്. പാട്ടുകുരിശൻ തന്നെ. എന്നാൽ പിടിച്ച് എഴുന്നേൽപ്പിക്കേ. അയ്യോ പാവം, ചെവി കേൾക്കില്ലായിരിക്കും. മിസ്റ്റർ, ഇത് സ്ത്രീകൾക്കുള്ള സീറ്റാണെന്ന്. മിസ്റ്റർ, സ്ത്രീകൾക്കുള്ള സീറ്റാണെന്ന്. എഴുന്നേൽക്കാൻ. സ്ത്രീകളാരെങ്കിലും വരട്ടെ, മാറിക്കൊടുക്കാം. ചെവി കേൾക്കുമല്ലേ? കണ്ണും കാണും. പിന്നെ എന്താ സാറേ ഈ ലേഡീസ് ഓൺലി വെണ്ടയ്ക്ക അക്ഷരത്തെ ചോദിച്ചത് കാണത്തെ? ഞാനിവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ അറേഞ്ച്ഡാണ്. ആ, അറേഞ്ച് തന്നെ. എന്ത് വേണം? ഒന്നും വേണ്ട. പോവാണോ? ഞാനിവിടെ ഇരിക്കുന്നോണ്ടാണോ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. മാറിക്കൊടുക്കോ, വഴി കൊടുക്കും. ആണാണോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടെ വാ. ചേച്ചി എന്താ ഇത്രയും താമസിച്ചത്? എന്റെ ഭാരതി, നീ അറിഞ്ഞോ? എന്താ? ബസ്സിലൊരു ഗുണ്ട. ഗുണ്ടയോ? ഗുണ്ടയോ? ഗുണ്ട നിന്നെ പിറകെ വന്നു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ബസ്സിൽ തനിച്ച് പോകരുതേ പോകരുതെന്ന്? അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയുകയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരൻ നിന്റെ അച്ഛൻ ഒരുത്തനാ. ഞാൻ എന്ത് പറഞ്ഞാലും വകയില്ലല്ലോ. മൂത്ത മകളെ വിളിച്ച് ചോദിക്കണം എന്തുണ്ടായിന്ന്. അർച്ചന കോളേജിൽ നിന്ന് വന്നോ? എന്റെ നേരുണ്ട്, ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കുഴപ്പോ? ബസ്സിനകത്ത് വെച്ച് ഒരു ഗുണ്ട അവളെ പിടികൂടിയെന്നേ. ബസ്സിൽ ഗുണ്ടയോ? ആ, ഗുണ്ടയ്ക്ക് ബസ്സിനകത്ത് കയറിക്കൂടെ? ഓ, എന്തുവോ? എടി, നീ അവിടെ പതുങ്ങി നിന്ന് കൈ മുഖം കാണിക്കുന്നോ? ഇന്നവൻ പുറകെ വന്നല്ലോ. നാളെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട താമസം അവൻ പിടികൂടും. അങ്ങനെ ഒന്നും ഉണ്ടായില്ലമ്മേ. നീ ഒന്നും ഉണ്ടായില്ലെന്ന് പറയാൻ അർത്ഥം എന്തോടി? ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല, അത്ര തന്നെ അല്ലേ അച്ഛാ? ചിരിക്കുന്നുണ്ടല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛനും മോക്കും ഒരു വിലയില്ല. വല്ല കുഴപ്പവും സംഭവിക്കുമ്പോ അത് ഏറ്റുപിടിക്കാൻ മാത്രം ഞാൻ വേണം താനും. കുട്ടികൾ പഴയ കാര്യം കേറില്ല, നിങ്ങൾ പുതിയ കാർ വാങ്ങുകയില്ല. ബസ്സിൽ കയറി പോകുമ്പോ വല്ല ഗുണ്ടകളും കുഴപ്പം ഉണ്ടാക്കുമ്പോ മനസ്സിലാക്കും. എടി, നിന്റെ അച്ഛൻ പുതിയ കാർ വാങ്ങുന്നവരെ നീ കോളേജിൽ പോണ്ട. ഞാൻ പഴയ കാറിൽ പോയിക്കൊള്ളാം. അത് പഴയതാണെങ്കിലും വഴിയിൽ എവിടെയും കിടക്കില്ല.
എക്സാക്ട്ലി. മനസ്സിലായി. ഹലോ, മണിക്ക് ഭക്ഷണം കിട്ടിയോ? ഗുഡ്, വെരി ഗുഡ്. എന്താ പാർട്ടിയോ? 1 സെക്കൻഡ്. ഭാഗീരഥി അമ്മ സംസാരിക്കണം. ഏതോ പാർട്ടിയുടെ കാര്യമാണ്. ഔട്ട് ഓഫ് മൈ ജൂറിസ്ഡിക്ഷൻ. ഹലോ, ആ എന്താ ഉമാമൈദിൽ ചെലപ്പം ചെയ്ത് കുറെ ദിവസങ്ങളായല്ലോ. ആ എന്തു പറ്റി? ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? കൺഗ്രാറ്റുലേഷൻ. ആ പാർട്ടി ഗംഭീരാക്കണം കേട്ടോ.